കൈലാസമറിയാതെ കൈവഴികൾ പിരിയാതെ കൈവന്ന ഭാഗ്യമീ പുണ്യതീർത്ഥം വാവലി ദേവി വാങ്മയി. വലതു കൈയിൽ എരിയുന്ന പന്തം, ഇടതു കൈയിൽ മുളംകുറ്റിയിൽ എണ്ണ. കൊട്ടിയൂരിലെ പന്തക്കിടാങ്ങൾ. കൈവന്ന ഭാഗ്യമീ പുണ്യതീർത്ഥം വാവലി ദേവി വാങ്മയി. ഓളത്തിൽ താളത്തിൽ ഓംകാരമന്ത്രം, ഓരോരോ കല്ലിലും ശിവലിംഗരൂപം, ഓരോരോ കല്ലിലും ശിവലിംഗരൂപം. തിരക്കുള്ള ദിവസങ്ങൾ 3:30 മണിക്ക് എഴുന്നേൽക്കണം. 3:30 മണിക്ക് തടപ്പള്ളിയിൽ നിന്ന് നമ്പീശം വിളിക്കും. പാട്ടാളിയിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തണം. എഴുത്തിയ മുഴുവൻ നിവേദ്യ പാത്രങ്ങൾ മുഴുവൻ കഴുകി വൃത്തിയാക്കി നമ്മൾ തടപ്പള്ളിയിൽ വെക്കണം. അതുപോലെ ഉഷപൂജ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുളിക്കാൻ പറ്റൂ. ഉഷപൂജ ഭഗവാന്റെ അരി അളക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കുളിക്കാൻ പറ്റൂ. അതിനു മുന്നേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. തടപ്പള്ളിയിലേക്ക് വേണ്ടത് ദേവീ ദേവന്മാരുടെ മുന്നിൽ സൂര്യചന്ദ്രന്മാർ. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിലെ എല്ലാ ചടങ്ങുകളും ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരും അവകാശമുള്ളവരുമാണ് പന്തക്കിടാങ്ങൾ. ശീവേലി, ശ്രീഭൂതബലി, വാളാട്ടം, കളഭാട്ടം, കലശാട്ടം തുടങ്ങിയ ചടങ്ങുകൾക്കൊക്കെ കത്തിച്ച പന്തവുമായി പന്തക്കിടാങ്ങൾ കൂടെ വേണം. മകം നാൾ മുതൽ നടക്കുന്ന കലപൂജകൾക്ക് രാത്രി മുഴുവനും പന്തവുമായി പന്തക്കിടാങ്ങളുടെ സാന്നിധ്യം വേണം. തൃച്ചെറുമന്ന് എന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ യാഗോത്സവത്തിലെ അതീവ പ്രാധാന്യമുള്ള സ്ഥാനികരാണ് പന്തക്കിടാങ്ങൾ. പാട്ടാളിയോട് അനുബന്ധിച്ച് തന്നെയാണ് പന്തക്കിടാങ്ങൾ. രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് താമസമല്ലോ. പാട്ടാളിൻ്റെ കീഴിൽ തന്നെയാണ് പന്തക്കിടാങ്ങൾ. ഈ നെയ്യാട്ടം മുതൽ കലശാട്ട്, കളഭാട്ടം, യാത്രാവലി വരെ പന്തക്കിടാങ്ങൾ വേണം. ഇവിടുത്തെ എല്ലാ അടിയന്തരത്തിനും പന്തക്കിടാങ്ങൾ ഉണ്ടാവും. ശീവേലി, ശ്രീഭൂതബലി, കലശാട്ട്, കളഭാട്ട്, നിഗൂഢ പൂജ തുടങ്ങിയ ഇവിടുത്തെ എല്ലാ അടിയന്തരത്തിനും പന്തക്കിടാങ്ങൾ അത്യാവശ്യമാണ്. കൊട്ടിയൂരിലെ സ്ഥാനികരായ പാട്ടാളിയുടെ കുടുംബത്തിൽപ്പെട്ട അവകാശികളാണ് പന്തക്കിടാങ്ങൾ. അക്കരെ കൊട്ടിയൂരിലെ നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്ന ചെമ്പുപാത്രങ്ങളുടെയൊക്കെ സൂക്ഷിപ്പുകാരാണ് പാട്ടാളി. ഓരോ പൂജകൾക്കും ആവശ്യമായ പാത്രങ്ങൾ ഇവർ കഴുകി വൃത്തിയാക്കി നൽകുന്നു. കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ പ്രത്യേക സ്ഥലത്താണ് പാട്ടാളിയുടെ വാസസ്ഥലം. ഇവിടെയാണ് പന്തക്കിടാങ്ങളും താമസിക്കുന്നത്. പാട്ടാളിയും പന്തക്കിടാങ്ങളും 28 നാളും അക്കരെ സന്നിധാനത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ പാട്ടാളി, പന്തക്കിടാങ്ങൾ, 2 പന്തക്കിടാങ്ങൾ, പാട്ടാളി സഹായി 2 പേര്, അങ്ങനെ 5 പേരാണ് നമ്മളുള്ളത്. ഈ കഴകത്തിലെ മുഴുവൻ അടിയന്തരത്തിന് വേണ്ട ചെമ്പിൻ്റെ ഉത്തരവാദിത്വവും പാട്ടാളിക്കാണ്. അത് ഇക്കരെ അമ്പലത്തിൽ നിന്ന് ഉത്സവത്തിൻ്റെ സമയം വരുമ്പോൾ അക്കരെ അമ്പലത്തിലേക്ക് തലച്ചുമടായിട്ട് പാട്ടാളി ഈ പാട്ടാളി സഹായികളാണ് ചെമ്പ് കൊണ്ടുവരിക. വലതു കൈയിൽ എരിയുന്ന പന്തം, ഇടതു കൈയിൽ മുളംകുറ്റിയിൽ എണ്ണയുമായി കാറ്റും മഴയും വെയിലും വകവെക്കാതെ ശിവേലിക്ക് മുന്നിൽ അകമ്പടി സേവിക്കുന്ന പന്തക്കിടാങ്ങൾ സൂര്യചന്ദ്രന്മാരുടെ പ്രതീകമാണ്. ശിവേലിക്ക് മുന്നിൽ ശ്രീ മഹേശ്വരിയുടെ തിടമ്പും പിന്നിൽ ശ്രീ മഹേശ്വരൻ്റെ ബലിബിംബവുമാണ് എഴുന്നള്ളിക്കുന്നത്. ദേവിക്ക് മുന്നിൽ നടക്കുന്ന പന്തക്കിടാങ്ങൾ സൂര്യൻ്റെ പ്രതീകവും മഹാദേവന് മുന്നിൽ നടക്കുന്ന പന്തക്കിടാങ്ങൾ ചന്ദ്രൻ്റെ പ്രതീകവുമാണെന്നാണ് വിശ്വാസം. ഭഗവതിയാണ് ഇവിടെ എഴുന്നള്ളത്തിനും ഏറ്റവും മുന്നിലുണ്ടാവുക. ഭഗവതിൻ്റെ മുന്നിലുള്ള സൂര്യനും ഭഗവാന്റെ ചന്ദ്രനാണ്. സൂര്യചന്ദ്രൻ മറന്നാണ് പറയപ്പെടുക. വ്രതനിഷ്ഠയുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ് പന്തക്കിടാങ്ങൾ. ഒരു ദിവസം കുറഞ്ഞത് 4 തവണയെങ്കിലും കുളിക്കണം. ചിലപ്പോൾ അത് 7ഉം 8ഉം തവണയാകും. മുങ്ങിയതിന് ശേഷം തോർത്താതെ വേണം പന്തം പിടിക്കാൻ. ഒരു ദിവസം 4 കുളി ഇവിടുന്ന് കുളിക്കണം. നമ്മൾ ബാബയിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞാലും ക്ലാർക്കൊണ്ടിൽ നമ്മൾ മുങ്ങണം. അത് 7-8 കുളി വരെ, ചില ദിവസങ്ങൾ ചില പ്രത്യേകത പൂജകളനുസരിച്ച് 7-8 കുളി വരെ നമ്മൾ ഇവിടുന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞാൽ ഈർനാളിൽ മാത്രമേ പന്തം പിടിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ആരെങ്കിലും വെള്ളം തെറിപ്പിക്കുകയോ മറ്റുള്ള എന്തോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ക്ലാർക്കൊണ്ടിൽ മുങ്ങി പന്തം കെട്ടി വീണ്ടും വേണം പന്തം തെളിയിക്കാൻ. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം. യാഗോത്സവ സന്നിധാനത്ത് തെറ്റുകൾ ആര് ചെയ്താലും അടിയന്തര യോഗത്തിന് കുറ്റക്കാരെ ശിക്ഷിക്കാം. ഇത്തരത്തിൽ നൽകുന്ന ശിക്ഷയെ പിഴപ്പിക്കൽ എന്നാണ് പറയുന്നത്. മറ്റുള്ള ആര് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നിന്ന് പഴപ്പിക്കാനുള്ള അടിയന്തര യോഗം കൂടി പഴപ്പിക്കാനുള്ള അധികാരം തന്ത്രിക്ക് വരെ ഉണ്ട്.
പക്ഷേ പന്തക്കിടാങ്ങൾക്ക് പാട്ടാളി ഇങ്ങനെ 4 ആവശ്യങ്ങൾക്ക് മാത്രമേ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പഴപ്പിക്കാൻ കൂടിയും അടിയന്തര യോഗത്തിന് പാടില്ല. ആക്കൽ ഊരാളൻ, ഒറ്റപ്പിലാൻ പണിക്കർ, പടിഞ്ഞീറ്റ നമ്പൂതിരി, പന്തക്കിടാങ്ങൾ എന്നീ 4 സ്ഥാനികരെ പിഴപ്പിക്കുവാൻ ആർക്കും അധികാരമില്ല. ഇതിൽ നിന്നും വ്യക്തമാണ് കൊട്ടിയൂരിലെ പന്തക്കിടാങ്ങളുടെ മഹത്വം. തൃക്കലശാട്ട് നാളിൽ വൈശാഖ മഹോത്സവത്തിന് സമാപനം കുറിച്ച് തന്ത്രിമാർ ഇക്കരെ കൊട്ടിയൂരിലെത്തുന്നു. പാമ്പറപ്പൻ തോട് കടന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ അവിടെ ഒരു കർമ്മം ചെയ്യണം. അത് കഴിഞ്ഞ് കൈവട്ട പന്തക്കിടാങ്ങൾ ഇക്കരെ ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്ത് നടക്കുക. ഇവിടുന്ന് എഴുന്നള്ളിച്ച് വന്നു കഴിഞ്ഞാൽ തോട് കടക്കണമെങ്കിൽ നമ്മൾ ശിവലി കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞാൽ മാത്രമേ കടക്കാൻ പറ്റൂ. അപ്പോൾ പാമ്പറപ്പാൻ തോടിൽ നമുക്കൊരു കർമ്മമുണ്ട്, തന്ത്രി അടക്കം ഒരു കർമ്മമുണ്ട്. ആ കർമ്മം കഴിഞ്ഞാൽ ആ കൈവട്ടം നമ്മൾ ഇക്കരെ അമ്പലത്തിൽ കൊടുത്തു കഴിഞ്ഞാലാണ് ഭണ്ണാരത്തിൻ്റെ കൂടെ ഈ കൈവട്ടം കൊണ്ടുപോകുക. സജി, രാജേഷ് എന്നിവരാണ് കൊട്ടിയൂരിലെ ഇപ്പോഴത്തെ പന്തക്കിടാങ്ങൾ. തലക്കുടയും ധരിച്ച് പന്തവുമായി ദേവന്മാരുടെ മുന്നിൽ നടക്കുന്ന പന്തക്കിടാങ്ങളുടെ രൂപം കൊട്ടിയൂരിലെത്തുന്ന ഏതൊരു ഭക്തൻ്റെയും മനസ്സിൽ മങ്ങാതെ മായാതെ നിൽക്കുന്നതാണ്. പ്രസൂൺ ബാബുവിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. ഇതൊക്കെ കണ്ടോ, ഒരു അൾട്രാ മോഡേൺ സെറ്റപ്പ് ഇല്ലേ? കിച്ചണൊക്കെ ഇങ്ങനെ വേണം പണിയാൻ. പറയാൻ എളുപ്പാ, ബട്ട് പണിയാനാണ് പാട്. കയ്യില് നിക്കില്ല സാറേ. ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കിട്ട് എന്ത് കാര്യം, നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.